Hello guys, it's me, Catchy camera. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഒരു പ്രൊഫഷണൽ ലോഗോ അല്ലെങ്കിൽ ഒരു 3D ടെക്സ്റ്റോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അതാണ് വീഡിയോ ഫുള്ള് കാണണം, എന്നാലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് Pixellab എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വേണം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ ന്യൂ ടെക്സ്റ്റ് ഉണ്ടോ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. പിന്നെ ഇവിടെ ഏറ്റവും അടിയിലത്തെ ഏറ്റവും അറ്റത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ ഇമേജ് സൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റത്തിൽ പോയിട്ട് യൂട്യൂബ് തമ്പനയിൽ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പിക്ക് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇതെല്ലാനും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഞാൻ ഇത് യൂസ് ചെയ്യുന്ന എല്ലാ പിക്കും. അത് കഴിഞ്ഞിട്ട് അത് കറക്റ്റായിട്ട് വയ്ക്കുക. വീണ്ടും ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറി സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പിക്കും കൂടി ഉണ്ട്, ഈ പിക്കും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കറക്റ്റ് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക. സൈസൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് അവിടെ വീണ്ടും പ്ലസ് ബട്ടണിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ന്യൂ ടെക്സ്റ്റ് എന്ന് വരും. അത് നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ പേര് ആദ്യം എന്നാണ് വെക്കുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും ഒരു മൂലയിലായിട്ട് വന്നിട്ടുണ്ടാവും. അതൊന്ന് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് നടുക്കൊണ്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ആ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫോണ്ട് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇവിടെ AB എന്ന് പറഞ്ഞൊരു ഫോണ്ട് തന്നെ എഴുതിയിട്ടുണ്ടാവും, അത് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഇതാണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫോണ്ടൊക്കെ വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുക. അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇത്തിരി സൈസൊക്കെ ഇൻക്രീസ് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്ക് കൊണ്ടേ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടെക്സ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത ആ ഫോട്ടോ നേരെ ഈ ടെക്സ്റ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ഫോണ്ടിനും ആഡ് ചെയ്യുക. അതുകൊണ്ടാണ് അതിൻ്റെ ടെക്സ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഫോണ്ടിനൊരു പിക്ക് ആഡ് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ ആ പിക്ക് തന്നെ വരുത്തണം, അതിനാണ് ടെക്സ്റ്റർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും അടിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ട്രോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് എനേബിൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്ട്രോക്ക് വിത്ത് അതൊന്ന് നല്ലോണം ഇൻക്രീസ് ചെയ്യുക, 50 ആക്കിയിടുക, അല്ലെങ്കിൽ അത് മാക്സിമം ആക്കിയിടുക. അത് കഴിഞ്ഞ് മാക്സിമം അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 40 ആണ് വെച്ചിരിക്കുന്നത്, 40, 41. എന്നിട്ട് അത് ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പ്ലസ് ബട്ടത്തിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ലെയറിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും താഴെ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാ മൂന്നും ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ടിക്കിൻ്റെ അപ്പുറത്ത് തന്നെ മെർജിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ 3 ഫോട്ടോയും ഒരു ഫോട്ടോ ആയിട്ട് മാറും, അതായത് ഈ 3 മെർജ് ആവും. അത് കഴിഞ്ഞിട്ട് ആ ലെയേഴ്സിൻ്റെ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്തത് ബാക്ക് പോകും. പിന്നെ ഇവിടെ ഏറ്റവും അടിയിൽ 3ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത്തിരി സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇറേസ് കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും, അതിൽ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ബ്ലാക്കുമ്മ കൊണ്ടുപോയി വെച്ചിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ബ്ലാക്ക് കളർ ഫുൾ ഇറേസ് ആവും, നമുക്ക് ഇതുപോലെ കിട്ടും. നമുക്ക് വേണമെങ്കിൽ എൻ്റെ എഡ്ജ് ഒന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ട, വേണമെങ്കിൽ ഒരു ഇത്തിരി സ്മൂത്ത് ചെയ്ത് കിടന്നോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പിക്കും കൂടിയിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഇത്തിരി സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ മൂവ് ടു ബാക്ക്, മൂവ് ടു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, മൂവ് ടു ബാക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഷാഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഷാഡോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊന്ന് എനേബിൾ ചെയ്തിട്ട് നമുക്ക് ഇത്തിരി ഒരു 3D എഫക്റ്റ് ഒക്കെ തോന്നിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബ്ലർ സ്ട്രെങ്ത്, ഓഫ്സെറ്റ് X, ഓഫ്സെറ്റ് Y അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിത് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ടിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഏറ്റവും അടിയിൽ തന്നെ എംബോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണും. അത് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് 45 ആക്കിയിടുക. നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ വരിക, ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ അതൊന്ന് കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ 90 ഡിഗ്രി എന്നുള്ളത് 45 ഡിഗ്രി ആക്കി വെക്കുക. അപ്പോൾ ഇത്തിരിയും കൂടി ഇതുപോലെയാവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ അഡ്വാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഇത്തിരി സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം.
കമ്പോസും സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ലെയറിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇത് രണ്ടും നമ്മളിപ്പോൾ ചെയ്ത 2 പിക്കും ഒന്നും കൂടി മെർജ് ചെയ്യാം. മെർജ് ചെയ്യാൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ മെർജ് ചെയ്യാം. അപ്പോൾ നമ്മുടെ 3D ലോഗോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ ലോഗോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിളിക്കാം. അത് ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഷെയറിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു സേവിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ആസ് ഇമേജ് കൊടുത്താൽ നമ്മുടെ പിക്ക് നേരെ നമ്മുടെ ഗാലറിയിൽ സേവ് ആയി ഉണ്ടാവും. അതിനിവിടെ സേവ് ടു ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അത് വേറെ കാര്യം. ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനപ്പുറത്ത് തന്നെ പൊന്തി വരുന്ന ഒരു ബെല്ലൈക്കൺ ഒന്ന് ടപ്പേന്ന് ഇടിച്ച് പൊട്ടിച്ച് ഓളിലിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല അഭിപ്രായമോ സജഷനോ അങ്ങനത്തെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.